വാർഷിക പദ്ധതി ആസൂത്രണത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലെന്ന് ചെറുപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ വിമർശനം. കൗൺസിലർമാരുടെ നിർദ്ദേശങ്ങൾക്ക് വില കൊടുക്കാത്ത ഇത്തരം യോഗങ്ങൾ പ്രഹസനമാണെന്നും പ്രതിപക്ഷ നേതാവ് കെ.എം. ഇസ്ഹാഖ് പറഞ്ഞു. നഗരസഭാ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് കെ.എം. ഇസ്ഹാഖ് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പദ്ധതി ആസൂത്രണ സമിതിയിൽ അംഗമായിരിക്കെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളും ആസൂത്രണ സമിതി യോഗവും തന്നെ അറിയിക്കാത്തത് ഖേദകരമായ കാര്യമാണ്. നഗരസഭയുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താത്തത് ശരിയല്ല എന്നും കെ.എം. ഇസ്ഹാഖ് പറഞ്ഞു. നമുക്കിതിൽ എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ വെക്കാം, എന്തൊക്കെ പുതിയ പദ്ധതികളെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം, ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന, ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായി നമുക്ക് തോന്നുന്ന നമ്മുടെ പരിധിക്കാലത്ത് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച് ഒരു ആലോചന ബഹുമാനപ്പെട്ട ചെയർമാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹം. മാത്രമല്ല, ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ ആസൂത്രണ സമിതിയിലാക്കുകയാണ്. ആസൂത്രണ സമിതി യോഗം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് ഈ വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകളൊക്കെ വിളിച്ച് വിവരം അറിയിച്ചു. ഇപ്രാവശ്യം കൗൺസിലർമാർ പോലും അറിഞ്ഞിട്ടില്ല. സാധാരണ നമ്മളെ ഈ ഗ്രൂപ്പിലൊരു തള്ളാറുണ്ട്, അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നങ്ങനെ വർക്കിംഗ് ഗ്രൂപ്പ് അടക്കണ്ട്, കൗൺസിലർമാരെ നിങ്ങളൊക്കെ വരണം നമ്മുടെ ഈ ഗ്രൂപ്പിലും ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാ അംഗങ്ങളെയും ആസൂത്രണ സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകാൻ നിർദ്ദേശിച്ചിരുന്നതായും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. അംഗങ്ങളെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയത് ശരിയല്ലെന്നും അത് പരിശോധിക്കേണ്ടതാണെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. യോഗത്തിന് സഹകൗൺസിൽ വരാതെ ചോദിച്ചു, എവിടെ സ്ഥലം അറിയിച്ചിട്ടുണ്ട് എന്നാണ് എന്നോട് ആവശ്യമുണ്ട്. ആഫീസിൽ അറിയിക്കലൊക്കെ തന്നെ ബന്ധപ്പെട്ട സെക്ഷനിൽ അറിയിക്കാൻ പറയാ. ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പുകളടക്കം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും സെക്ഷനിൽ നിന്നാണ് അറിയിക്കാറുള്ളത്. എന്തായാലും ആസൂത്രണ സമിതി യോഗം ആസൂത്രണ സമിതി അംഗങ്ങൾ അറിയില്ല എന്നാൽ അത് ശരിയായിട്ടുണ്ട്. അത് പറ്റിയത് ഇതൊരു സെക്ഷനെ വിളിച്ചപ്പോൾ കിട്ടാതിരിക്കുകയും ചെയ്തതായിരിക്കാം. ഇന്നിപ്പോഴും വർക്കിംഗ് ഉപയോഗത്തിനും എല്ലാവരെയും വർക്കിംഗ് ഉപയോഗം നമ്മൾ ആദ്യം തീരുമാനിച്ചതെന്ന് വെച്ചാൽ നമ്മൾ 5-ാം തീയതി ഇത് കഴിഞ്ഞു, 6-ാം തീയതി ഇത് വർക്കിംഗ് ഗ്രൂപ്പ് തീരുമാനിച്ചാൽ എന്നാൽ പോലും ഒന്ന് വിളിച്ചറിയിക്കുന്നതാണ്. അത് അത്തരം സമീപനം. പിന്നെ എന്നാൽ പല യോഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങൾ മനഃപൂർവ്വം ബഹിഷ്കരിക്കുന്നതായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.പി. ഷമീജ് ഉന്നയിച്ച ആരോപണത്തിന് തങ്ങളുടെ കൗൺസിലർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില നൽകുന്ന ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന യോഗങ്ങൾ പരസ്യമായി തന്നെ ബഹിഷ്കരിക്കുമെന്നാണ് കെ.എം. ഇസ്ഹാഖ് മറുപടി നൽകിയത്. ഇത് വർക്കിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും നഗരസഭയുടെ ആസൂത്രണ സമിതി ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിലും പല പരിപാടികളും ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പല കൗൺസിലർമാരും എടുക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും ഭാവിയിൽ അത്തരം പ്രവണതകൾ ഒഴിവാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ പദ്ധതിക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം പല കൗൺസിലർമാർക്കും ഉള്ളപ്പോൾ തന്നെ ഈ വർഷം ഈ പ്ലാറ്റ്ഫോമിനകത്ത് നഗരസഭയുടെ ഔദ്യോഗിക പരിപാടികൾക്കകത്ത് നമുക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള ധാരണ കൂടി കൗൺസിലർമാർക്ക് ഉണ്ടാകും. ഞാൻ കൃത്യസമയത്ത് കഴിയുന്നത് വരെ എല്ലാ പരിപാടികളിലും കഴിഞ്ഞ 3 വർഷക്കാലം സ്ഥിരമായി പങ്കെടുത്തിരുന്ന ആളാ. ബഹുമാനപ്പെട്ട ചെയർമാനിന്റെ ഞാൻ കൃത്യമായി പങ്കെടുത്തിരുന്ന ആളാ. പക്ഷെ ഞങ്ങൾ പറയുന്ന വാക്കുകൾക്ക്, ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾക്ക്, ഞങ്ങൾ പറയുന്ന റിക്വസ്റ്റുകൾക്ക് പുല്ല് വിലയാണെങ്കിൽ ഞങ്ങളെ പ്രഹസനത്തിനില്ല എന്ന് തന്നെയാണ് തീരുമാനം. അതിന് സംശയമൊന്നും വേണ്ട. പിന്നെ നഗരസഭയിൽ നടപ്പിലാക്കാനിരിക്കുന്ന ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ അംഗീകൃത ഏജൻസികളെ ഏൽപ്പിക്കാനും കൗൺസിൽ തീരുമാനമെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.